ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇങ്ങനെ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ അവിടുന്ന് സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നിങ്ങളോടൊരുമിച്ച് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ളതായിരിക്കുന്നതാണ്. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ സൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ഇവിടെ നമുക്കറിയാം, നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം, ഈ മോശ തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് എടുത്ത തീരുമാനവും അതിൻ്റെ അനന്തരഫലത്തെയും സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വിശ്വാസവീരന്മാരെ കുറിച്ചുള്ള ഒരു കാര്യമാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞു വരുന്നതെന്ന് നമുക്കറിയാം. വിശ്വാസത്തിൻ്റെ ഒരു ഡെഫിനേഷനൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ലേഖനകർത്താവ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തമായ ആഴമായ ഒരു ധാരണ ഉണ്ടായിരിക്കുവാൻ ആവശ്യമുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അപ്പോൾ ഇനിയും കണ്ടിട്ടില്ലാത്തതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന നിശ്ചയം പ്രാപിക്കുവാനുള്ള ഒരു സാധ്യത ദൈവത്തിൻ്റെ ജനത്തിന് ശേഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ കാണുന്ന ലോകമല്ല കാര്യം, അതിനപ്പുറം ഒരു നിത്യതയുണ്ട് എന്നുള്ളത് എത്രമാത്രം ആഴമായി നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നുവോ അത്ര അധികം നമുക്ക് ഈ ലോകത്തിൻ്റെ പറ്റുമാനങ്ങളിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് കഴിയും. നമ്മുടെ പ്രിയ ജോസവറിനിവിടെ പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ താനിങ്ങനെ പറഞ്ഞു. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അനേക കാര്യങ്ങൾ പറയുവാനായിട്ട് സോഹറിനിടയായി തീർന്നു. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനത്തിലും നമ്മൾ ആ സാഹചര്യങ്ങളോടുള്ള പ്രതികരണം എന്താണ് എന്നുള്ളത്, നമ്മൾ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ വെളിച്ചം നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഓരോ ഘട്ടവും ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളെന്ത് വിശ്വസിക്കുന്നു, നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലാക്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തുവാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും നമ്മൾ നേരിടുന്നതായിട്ടുള്ള സംഗതികൾ എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ്, എൻ്റെ ഒരു ബോധ്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും, ദൈവം അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിൽ യഥാർത്ഥമായിട്ട് ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന വ്യക്തമായ
ഒരു ബോധ്യം നമുക്ക് നൽകുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. രണ്ടാം വാക്യം, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്നാണ് അവിടെ പറയുന്നത്. അവർ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യം അവർ പ്രാപിച്ചത് ഈ ഒരു കാര്യത്തിലാണ്. ഏതാ? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉറപ്പ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതിലൂടെയാണ് അവർ ദൈവത്തിൽ ആശ്രയിച്ചവരാണ്, ദൈവഭക്തന്മാരാണെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം ലഭിച്ചത് എന്നുള്ള കാര്യമാണ്. അപ്പം മോശയുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരി, മോശയുടെ അമ്മയപ്പന്മാർ മോശ ജനിച്ചപ്പോൾ തന്നെ അവിടെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്താ പറയുക? വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ പിള്ളേരുണ്ടാകുന്നുണ്ട്, ഓരോ നിലയിലുള്ള സൗന്ദര്യമൊക്കെ ഉള്ള പിള്ളേരാണ് ഉണ്ടാകുന്നത്. എന്നാൽ എന്തായിരുന്നു അവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് സ്തെഫാനോസ് പറയുമ്പോൾ എന്താ പറയുന്നത്? സ്തെഫാനോസ് പറയുമ്പോൾ ദിവ്യസുന്ദരൻ എന്ന് കണ്ടു എന്നിങ്ങനെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദേ സോ സം സ്പെഷ്യാലിറ്റി എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഫറവോൻ്റെ വളരെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും താൻ അതിനെ ഭയപ്പെടാതെ ശിശുവിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അവർ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഭീഷണിയെ ഭയപ്പെടാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്ക് പറ്റുന്ന അത്രയും കാലം അവർ ചെയ്തോളൂ. 3 മാസം അത്രേ നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ. മോശയെ വളർത്തി വലുതാക്കി മുഴുവൻ കാലവും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും ദൈവം അവരെ ഏൽപ്പിച്ചിട്ടില്ല. 3 മാസം അവർ സൂക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഞാങ്ങണപ്പെട്ടിയിലുണ്ടാക്കി അവനെ വിട്ടു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ, അപ്പോൾ അവൻ്റെ വളർച്ചയിൽ ഈ നമുക്കറിയാം, പിന്നീട് കാശ് കൊടുത്ത് മോശയുടെ അമ്മ തന്നെ അവനെ വളർത്തി എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അവൻ വളർന്നു വന്നപ്പോൾ അവൻ ഫറവോനാകുവാനുള്ള, ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ സാധ്യതകൾ, ഈ ലോകത്തിൻ്റെ വലിയ സാധ്യതകൾ അവൻ്റെ മുമ്പിൽ തെളിയുമ്പോൾ അവൻ തന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് മാറാതെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്ന കാര്യം എന്താണ്? വിശ്വാസത്താലാണ്. ആ വിശ്വാസം അവനിൽ ഇൻകൾക്കേറ്റ് ചെയ്യുവാനായിട്ട് അവൻ്റെ അമ്മ അവനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ പ്രിയ സഹോദരിമാരെ, ഇപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ കുറവാണ്, പ്രായമുള്ള ആളുകളാണ്. നമ്മളുടെ മക്കളെ സംബന്ധിച്ച് അപ്പോൾ നിങ്ങൾക്ക് വലിയ ശുശ്രൂഷ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ്? മക്കളെ സംബന്ധിച്ച് അവരെവിടെ എത്തിയാലും എവിടെ പോയാലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവർ ഭക്തിയോടെ നിലനിൽക്കുവാൻ കഴിയത്തക്കവണ്ണമുള്ളതായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തീഷ്ണത അവർക്ക് നൽകുവാനായിട്ട് കഴിയുന്ന വലിയ സാധ്യതയാണ് അമ്മമാർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ കരുതുന്ന ഒരു കാര്യം, ഈ നമ്മുടെ വീട്ടിലെ എടുപ്പും നടപ്പും കാര്യങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം വീട്ടിൽ തന്നെ യുദ്ധമാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ
എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ കാര്യം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം വല്ലാത്ത കാലമാണ്. ദൈവഭക്തരല്ലാതെ ലോകമയത്വത്തിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മുടെ മക്കളെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തതയോടെ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി അവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, തലമുറകൾ നഷ്ടമായി തീരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മക്കളെ ദൈവകൃപയിൽ വളർത്തുന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളതായിരിക്കുന്ന ഒരു ധാരണയും ചിന്തയും ആവശ്യമാണ്. അത് കാണിക്കുന്നത് നമ്മളുടെ വിശ്വാസം എന്തുമാത്രം രൂഢമൂലമാണ് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷയുണ്ടോ എന്നുള്ളതാണ്. അത് വ്യക്തമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ പ്രായമുള്ളവർക്ക് വലിയ ശുശ്രൂഷ ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഈ കാലങ്ങളിൽ, ഞങ്ങൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ഈ കാലങ്ങളിൽ കാണുന്ന ഒരു വല്ലാത്ത പ്രശ്നം, ഈ പെൺകുട്ടികളെ ഒന്നും ആളുകൾ പിന്നെ ഒരു കുടുംബത്തിൽ വളരാനായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ മുതിർന്ന സഹോദരിമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം നമുക്കറിയാം. എന്തുവാണ്? നമ്മളിവിടെ തീത്തോസിൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? അല്ലേ, തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ തീത്തോസ് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? വൃദ്ധമാരും അങ്ങനെ തന്നെ 2:3 അല്ലേ? നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും. അടുത്ത കാര്യമാണ് അവരുടെ ഒരു വലിയ മിനിസ്ട്രി. എന്താണ്? ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന്, നമുക്കൊരു ജീവിത മാതൃകയും സാക്ഷിയും ഉണ്ടായിരിക്കണം, അല്ലേ? അവിടെ മുകളിൽ പറയുന്നത് നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം പറയുന്നത് ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ പ്രത്യേകമായിട്ട് ഉപദേശിക്കണം, അവർക്ക് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അത് യൗവനക്കാരത്തികൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നാണ്? ഭർത്തൃപ്രിയമാർ, പുത്രപ്രിയമാർ, സുബോധവും പാതിവൃത്യവും ഉള്ളവർ, വീട്ടുകാര്യം നോക്കുന്നവർ, ദയയുള്ളവർ, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവർ, ഇതൊക്കെ ആയിരിക്കാൻ ശീലിപ്പിക്കണം. അപ്പോൾ അതൊരു ശീലത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ജോസഫനം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യസിക്കണം. ഈ അഭ്യാസം ആവശ്യമാണ്. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് ഞാൻ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠം ഓർക്കുന്നുണ്ട്. നിത്യം അഭ്യസിച്ചാൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ പിള്ളേർ ഓവർനൈറ്റ് കാര്യമൊന്നും ചെയ്യില്ല. ഒരുത്തിനെ കണ്ടുപിടിച്ചു, സുന്ദരനും സുമുഖനും 5-6 അക്കം ശമ്പളമുള്ള ഒരുത്തിൻ്റെ കൂടെ കെട്ടിച്ചു വിട്ടാൽ പിറ്റേ ദിവസം മുതൽ അവർ നല്ല കുടുംബിനികളായി തീരും എന്നുള്ളത് നമ്മുടെ ഒരു വൃഥാമോഹമാണ്. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അവരെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഈ സഭയിലുള്ള മുതിർന്ന സഹോദരിമാർക്ക് വലിയ ദൗത്യമുണ്ട്. ഒന്നാമത് അവർ ജീവിത സാക്ഷ്യമുള്ളവരായി, പവിത്രയോഗ്യമാരായി, ഏഷണി പറയാത്തവരായി, കൊള്ളാവുന്നവരായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും പാതിവൃത്യമുള്ളവരും കുടുംബകാര്യം നോക്കുന്നവരും ഒക്കെയായിട്ട് ഉപദേശിപ്പാനായിട്ട്, അതിനെ ശീലിപ്പിക്കാനായിട്ട്, ഉപദേശിക്കാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. ഞാൻ ഈ കാലങ്ങളിൽ കാണുന്ന കാര്യം, പെൺപിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുഴപ്പമില്ല, നിങ്ങളൊക്കെ നല്ല ജോലിയൊക്കെ നേടി, നിനക്ക് 4 കാശ് വേണം, നിൻ്റെ കയ്യിൽ 4 കാശിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നല്ല കാശ് 4 വരുമ്പോഴത്തേക്കും നല്ല ബലവും അതിൻ്റെ കൂടെ വരും. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് ആൾക്കാരൊക്കെ നിവൃത്തിയില്ലെങ്കിലും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും
ഇനി ഇത് കെട്ടുപൊട്ടിച്ച് പോണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പം അതൊന്നുമല്ല, പിള്ളേരൊക്കെ നീ പോണാൽ പോട്ടും പോടാന്ന് പറഞ്ഞിങ്ങനെ അതിന് കാരണവന്മാർ തന്നെ പറയാ, എടീ നീ എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കണേ, ആർക്കും അടിമയായിട്ടൊന്നും നിൽക്കണ്ട, ഇങ്ങോട്ട് വരിക. അടിമേ, ഇത് ഞാൻ ലോകമനുഷ്യരെ കുറിച്ചല്ലട്ട പറഞ്ഞേ, വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞേ. അപ്പം നമ്മൾ ലോകം മനുഷ്യരുടെ ഇടയിൽ കടന്നു കയറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടിമ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയെ, ദൈവത്തിൻ്റെ മനോഹരമായ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള കുടുംബത്തെ അടിമ ഉടമ റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ വർക്ക് ചെയ്യുന്നിടത്ത് ഈവൻ പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ കിടക്കുന്നവനോട് പറയുന്നു എന്നൊക്കെ പറയുന്ന പോലുള്ള അതിനേക്കാളും മോശമായിട്ട് പെരുമാറുന്ന ബോസുമാരോട് യാതൊരു പ്രശ്നവും ഇവർക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചിലപ്പോൾ കോൺഫറൻസിലൊക്കെ ചെല്ലുമ്പോൾ ഊടുപാട് ചീത്ത പറയുന്ന മനുഷ്യർ, ടാർഗറ്റ് എത്തിയില്ല, അതില്ല, ഇതില്ല, നിങ്ങൾക്ക് വേറെ പണിക്ക് പോകാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ച് പുലഭ്യം പറയുന്നതായിട്ടുള്ള ബോസുമാരോട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ വീട്ടിലെ ഭർത്താവ് പറഞ്ഞ വാക്ക് സ്പെല്ലിങ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇതാണ്, ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ നിങ്ങളോട് പറയാം, പിശാച് കുടുംബങ്ങളെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ എതിർത്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ഭക്തന്മാരായി ജീവിക്കണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ്. അങ്ങനെ മോശ, ഹി വാസ് ഫൗണ്ടഡ് ഓൺ ദ സ്ക്രിപ്റ്റേഴ്സ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം പ്രാപിച്ചവനായിട്ട് അവനായിരുന്നത് കൊണ്ട് താൻ വളർന്നപ്പോൾ എന്തോ ചെയ്തു, ഒരു തെരഞ്ഞെടുപ്പ് അവനുണ്ടായി എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ കാണുന്ന കാര്യം. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്നാണ്. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വഴിയെ നടക്കണമെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾ മനഃപൂർവ്വമായി വളരെ സുചിന്തിതമായി എടുക്കുവാൻ ആവശ്യമുണ്ട്. ഇറ്റ് ഡസൻറ്റ് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. നമ്മൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ നിങ്ങൾ വിശുദ്ധരായി ഭക്തന്മാരായിട്ട് ജീവിക്കാനായിട്ട് പോകുന്നില്ല. അതിനുള്ള ഒരു നിർണയവും തീരുമാനവും അതിന് വേണ്ടുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനവും നമ്മിൽ നിന്ന് ആവശ്യമാണ് എന്നുള്ള കാര്യമാണ്. ഇവിടെ താന് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പോൾ വേറൊരു കാര്യം അവിടെ താന് 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബേസിസ്, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്നയെ വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. പ്രതിഫലം നോക്കിയത് കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനുള്ളതായിരിക്കുന്ന ആ ഒരു ധൈര്യവും ഉറപ്പും തനിക്കുണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രതിഫലം നോക്കിയത് കൊണ്ട് താൻ ഈ പൊസിഷൻ വേണ്ടാന്ന് വെച്ചു. ആരാണ്? അടുത്ത ഫറവോ ആകേണ്ട മനുഷ്യനാണ്. നോക്കൂ, ലോകത്ത് രണ്ടാമനായിട്ട് അവിടെ ആ അന്നത്തെ ഈജിപ്ഷ്യൻ ആ ഒരു സിവിലൈസേഷനിലെ ഒരു വലിയ ജനതയുടെ രാജാവാകാനായിട്ടുള്ള സാധ്യത ലഭിക്കുന്ന രാജ്യത്തെ രണ്ടാമനായിട്ട് വാഴുന്ന മനുഷ്യൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോഴൊക്കെ പറയും അല്ലേ, ലോകമെനിക്കു വേണ്ട, ലോകത്തിൻ ഇമ്പം വേണ്ട, പിന്നെ എന്താ വേണ്ടേ? പോകണം യേശുവിൻ പാതയെ നോക്കി എന്നൊക്കെ നമ്മൾ പാടും. ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിസ്ത്യാനികൾ അങ്ങനെ കള്ളം പറയാറില്ല, പാടാറേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ കള്ളമായിട്ട് അങ്ങനെ പറയുന്നില്ല, പക്ഷേ പാട്ട് പാടുന്ന മുഴുവൻ കള്ളത്തരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ വല്ല ആത്മാർത്ഥതയോടെയാണോ ഇത് പാടണേ? ലോകം എനിക്ക് വേണ്ട,
ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാതെ നോക്കി. പിന്നെ എന്താ പറഞ്ഞേ? ഓരോ സ്റ്റെപ്പിലും കഠിനമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേ. ഏകുന്നു സമസ്തവും ഞാൻ, ഏകനാഥനെ നിനക്കായി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം, പാട്ടുകാരൻ നല്ല വരികളാണ് എഴുതിയേക്കണേ. ഏകുന്നു സമസ്തവും ഞാൻ, ഏകനാഥനെ ഉള്ളെന്നാ പറഞ്ഞേ. അത് കർത്താവാണ്. ആ കർത്താവിന് സമസ്തവും കൊടുക്കുകയാണ്. സമസ്തവും ഒന്നും കൊടുക്കണ്ട, ചെറിയ ചില കാര്യങ്ങളെങ്കിലും ഒന്ന് കൊടുത്തായിരുന്നെങ്കിൽ. 10 രൂപയുടെ ഒരു കാര്യം വരുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ നിക്ഷേപം എവിടെയാണെന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മുടെ നിക്ഷേപം ഈ ലോകത്തിൽ തന്നെയാണ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെയാണ് നമ്മൾ ഏറ്റവും വലുതായിട്ട് കണക്ക് കൂട്ടുന്നത്, അല്ലേ? നമ്മളിവിടെ നിക്ഷേപം. അപ്പം ഈ മോശ എന്താ പറയുന്നേ? മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ, ഇസ്രായേലിൽ വലിയ സമ്പത്തും വലിയ പരിപാടികളൊക്കെ ഉണ്ട്, ആ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്നയെ വലിയ ധനം എന്നെണ്ണി എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോക ചപ്പും ചവറുമാണ്, ഇതിന് നൽകാനുള്ളത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുവാനായിട്ട് തനിക്കിടയായി തീർന്നത് തൻ്റെ ആഴമായ ബോധ്യങ്ങളാണ്. ദൈവത്തെക്കുറിച്ച്, വരുവാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള തൻ്റെ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ്, നമ്മുടെ നിക്ഷേപം എവിടെയാണ്? കർത്താവ് പറഞ്ഞു, നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കും, അല്ലേ? നിക്ഷേപം ഉള്ളിടത്ത് ഹൃദയം ഇരിക്കും. അപ്പം നമ്മുടെ നിക്ഷേപം എവിടെയാണെന്നുള്ളതാണ്. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? കർത്താവ് വീണ്ടും പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും പുഴുവും തുരുമ്പും കെടുക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം വെക്കരുത്, സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വേണം. അപ്പം മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ പൊസഷൻസ് അത് താൻ വേണ്ടെന്ന് വെച്ചു. ഈ നിക്ഷേപത്തിലൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടൻമെൻ്റാണ്. ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി, ദൈവം ഉള്ളതിൽ സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടായാലും ഒരവസാനമില്ല, അല്ലേ? അംബാനിമാരെന്തിനാണ് ഇനിയും ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്? അപ്പോൾ നമ്മൾ അംബാനിയെക്കുറിച്ച് ചിന്തിക്കും, നമുക്കുള്ളതിൽ നമ്മൾ സംതൃപ്തി ഉണ്ടോ എന്നുള്ളതല്ലേ ചോദ്യം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. നമുക്കങ്ങനെ ഒരു കണ്ടൻമെൻറ്റ് ഉണ്ടോ ജീവിതത്തെക്കുറിച്ച്? കർത്താവ് ഇത്രത്തോളം സഹായിച്ചു, ദൈവമേ നീ തന്ന ഈ സൗഭാഗ്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവം എത്ര നന്മകളാണ് തന്നിരിക്കുന്നതെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കി കാണാനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ വഴികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും അതിൽ സന്തോഷം അനുഭവിപ്പാനുമായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റെ മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും? അപ്പം ഇതൊക്കെ ഈ കഷ്ടം സഹിക്കാനും ഇതിനുമൊക്കെ പറയുമ്പോൾ ഇവിടെ അടുത്തത് താൻ പറയുന്നത്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അപ്പോൾ തന്നെ നിന്നയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആളുകൾ എന്തായിരിക്കും പറയുന്നത്? ഈ മോശയെക്കുറിച്ച് മനുഷ്യരെന്തായിരിക്കും പറയുന്നത്? നമ്മൾ ഇസ്രായേലിൻ്റെ പുറപ്പാടിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭയങ്കരമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ മനുഷ്യൻ അവസാനം സഹികെട്ട് താൻ അവിവേകം പ്രസ്താവിച്ചു പോയി. ഏത് മനുഷ്യരുടെ തുടർമാനമായിരിക്കുന്ന പിറുപിറുപ്പ് കണ്ടിട്ട് താൻ അവിവേകം സംസാരിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കടക്കാൻ കഴിയാതെ പോയൊരു മനുഷ്യനാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതിഫലം നോക്കിയത് കൊണ്ട്.
ഞാൻ കരുതുന്ന മോസസ് വെയ്ഡ് ബോത്ത്. മോശ ഇങ്ങനെ രണ്ടും ഒന്ന് തുലനം ചെയ്ത് നോക്കി എന്നാണ്. ഞാനിങ്ങനെ ഫറവോയായി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണ് അല്ലേ? ഫറവോനാകുമായിരുന്നു എന്ത് സംഭവിച്ചേനെ? ചിലപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു പിരമിഡിൻ്റെ അടിയിൽ തുത്തൻഹാമനെ പോലെയോ റമസേസിനെ പോലെയോ ഒക്കെ ഒരു മമ്മിയായിട്ടിരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ മമ്മി കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ തൊടാൻ പോലും തോന്നത്തില്ല. ഇങ്ങനെ ചിറ്റി ഇതൊക്കെ വെച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. തൊട്ടാൽ പൊടിഞ്ഞു പോകും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. എന്നാൽ മോശയെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന എന്താ? താൻ ഇത് നിസാരമാണെന്നും താൽക്കാലികമാണെന്നും ഈ ദേശത്ത് താൻ അന്യരും പരദേശികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ നിത്യമായതിനെ കാക്ഷിച്ചുകൊണ്ട് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. എൻ്റെ കാരണം ഹി അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദാറ്റ് ഈസ് അവൈറ്റിംഗ് ഹിം. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ആഴമായ ബോധ്യം തനിക്കുണ്ടായിരുന്നു. ഈ ലോകം ഒരു ശാശ്വതമായ വാസമല്ല എന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു. താൻ അതിനെക്കുറിച്ചുള്ള ബോധ്യം പ്രാപിച്ചവനായിരുന്നു. അതുകൊണ്ട് അവനെന്താ ചെയ്തത്? അവൻ ചെയ്തത് വരവാനുള്ളതിനെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ തിരഞ്ഞെടുത്തു. നമ്മൾ കാണുന്ന കാഴ്ച, മോശ മരിക്കുമ്പോൾ നമുക്കറിയാം, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ്? അവൻ്റെ കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. തന്നെ ദൂതന്മാരെടുത്ത് കുഴിച്ചിട്ടു. ഞാൻ ആലോചിക്കുന്നു, ഇവിടെ നാട്ടിൽ പിന്നെ നമ്മുടെ ഈ സമുദായങ്ങളിലൊക്കെ ഒരു ബിഷപ്പ് വന്ന് ശവടക്കം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കർദിനാളൊക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താണ്? പോപ്പാരുടെയെങ്കിലും ശവടക്കിന് പോകുമെന്ന് എനിക്കറിയാൻ മേല. സംഭവം എന്താണ്? കർദിനാളാണ് വന്നതെന്ന് മറ്റേ പറയും. ഇവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നിട്ടാണ് എന്തൊടുക്കുന്നത്? ഈ മനുഷ്യനെ അടക്കുന്നത്. ശരി, ദാറ്റ് ഈസ് ഗുഡ്. പിന്നെ നമ്മൾ ഈ മോശ എവിടെയാണ് കാണുന്നത്? മറുരൂപ മലയിലാണ്. മോശയും ഏലിയാവും അവർക്ക് പ്രത്യക്ഷനായി. കർത്താവിൻ്റെ യെരൂശലേമിലെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, മോശയും ഏലിയാവും അവർക്ക് പ്രത്യക്ഷനായിട്ട് താൻ യെരൂശലേമിൽ പ്രാപിപ്പാനിരിക്കുന്ന നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ തൻ്റെ മഹത്വത്തിൻ്റെ ആ വെള്ളി വെളിച്ചത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ താനിങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യരുള്ള ഫറവോൻ്റെ അന്നത്തെ കുറച്ച് പിന്നെ വെടിയും പടയുള്ള ഒരു കൊട്ടാരത്തിലെ ഒരു രാജാവായിട്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായിരിക്കുന്ന മഹത്വകരമായിരിക്കുന്ന ഒരു സ്ഥാനത്തേക്കാണ് മോശ ഉയർത്തപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവദിനത്തിൽ ഇവരുടെ എല്ലാം ജീവിതങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് എഴുതി വച്ചിരിക്കുക. നമുക്ക് ഉത്സാഹം ലഭിക്കേണ്ടതിനായിട്ട് ദൈവം ആ കാര്യങ്ങളെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുകയാണ്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ സ്വർഗീയമായിട്ടുള്ള സമ്പത്ത് നമ്മളിങ്ങനെ ഇത് ചെയ്യാണ്. ഭക്തന്മാരൊക്കെ ആ നിലയിൽ ഉള്ള കാഴ്ചപ്പാടിൽ നടന്നിട്ടുള്ള ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള അനേക പഴയ പാട്ടുകളുണ്ട്. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ എൻ്റെ സമ്പത്തെന്ന് ചൊല്ലാൻ വേറെ ഒന്നുമില്ല. അത് ഒന്നുമില്ലാത്ത ആൾക്കാർ എഴുതിയതാണ്. നമ്മൾ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി ഉള്ള സമ്പത്തിനെ 10 പൈസ പോലും ആർക്കും കൊടുക്കാതെ കൂട്ടിവെച്ചുകൊണ്ട് ഈ പാട്ട് പാടുക. പാടുമ്പോൾ അത് യഥാർത്ഥ ബോധത്തോടെ പാടാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയില്ല. നമ്മുടെ കൈ അയച്ചു വിടാനായിട്ട് കഴിയത്തില്ല. ഈ ലോകത്തിൽ സമ്പത്തുള്ളവർക്കൊരു കൽപ്പനയുണ്ടെന്നുള്ളത് തന്നെ നമ്മൾ വേദപുസ്തകത്തിലുണ്ടെന്നുള്ളത് പഠിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള കഷ്ടം ദൈവം കൊടുത്തിരിക്കുന്നു.
അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ചില മനുഷ്യർ സമ്പത്തുണ്ടാക്കി ഇങ്ങനെ തിത്തിരിപ്പക്ഷി കൂട്ടി വെക്കുന്നത് പോലെ ഇങ്ങനെ വെക്കുക. ദുഷ്ടന്മാരിങ്ങനെ സമ്പത്തുണ്ടാക്കി മറ്റൊരുത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കൂട്ടി വെക്കുക. ഞാനിപ്പോൾ കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഈ പത്തനംതിട്ട, റാന്നി, കോന്നി ആ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വലിയ പലേഷ്യസായിട്ടുള്ള വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. താമസിക്കാൻ ആരുമില്ല. ചിലയിടത്തൊക്കെ വല്യപ്പനും വല്യമ്മയും ഒരു പട്ടിയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തെ വേറെ ചിലയിടത്ത് പിന്നെ ആരുമില്ല. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ചില പാസ്റ്റർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ ഈ വീടൊക്കെ നോക്കി ഇങ്ങനെ ജീവിച്ചോളാൻ പറഞ്ഞേക്കുക. അവർ സ്വോത്രം പറഞ്ഞ് കാശ് പോലും കൊടുക്കണ്ട, ഒന്ന് അടിച്ചു വാരി തുടച്ച്, അത് തന്നെ ഒരു പണിയാണ്, അങ്ങനെ കൊടുത്തേക്കുക. അപ്പം ഞാൻ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്, ചില മനുഷ്യർക്ക് ദൈവം സമ്പത്തുണ്ടാക്കാനുള്ള കഷ്ടം നൽകിയിരിക്കുന്നു. അത് അനുഭവിക്കാനായിട്ട് ദൈവം ചിലർക്ക് കൃപ കൊടുത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, ഇതൊരു വല്ലാത്ത ലോകമാണ്. ധനത്തിൻ്റെ വഞ്ചനയെക്കുറിച്ച് നമ്മൾ അറിയണം. ഒരിക്കലും അത് നൽകാൻ വാഗ്ദത്തം ചെയ്യുന്ന സെക്യൂരിറ്റി അത് നമുക്ക് നൽകുകയില്ല. ഒരുത്തന് സമ്പത്തുണ്ടായാലും എത്രയധികം ഉണ്ടായാലും അവൻ്റെ ജീവനാധാരമായിരിക്കുന്ന അവൻ്റെ വസ്തുവകൾ അല്ല എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിലൊന്നുമല്ല, ഇത് മുറുകെ പിടിക്കേണ്ട കാര്യമല്ല. ഔദാര്യമുള്ളവരായി, ദാനശീലരായി, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് ഒരു അടിസ്ഥാനം ഇടുവാനായിട്ട് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവന് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഒരു അനീതിയുള്ള പിന്നെ ഒരു സെർവൻറ്റിനെ കുറിച്ച് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? അവൻ ചെയ്ത് ഉടായ്പാണ്, എങ്കിലും അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് ദൈവം അവനെ ശ്ലാഘിച്ചു. അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അവൻ പറഞ്ഞു, നിനക്ക് എത്രയുണ്ട്? നീ 100 കടമ്പെട്ട്. ഒരു പണി ചെയ്യാം, അത് 1000 കടമ്പെട്ടിരിക്കുന്നു, എന്നാൽ 100 എഴുതിക്കോ. അങ്ങനെ പറഞ്ഞ് പുള്ളി ഒരു കാശ് ഒക്കെ ഇളച്ചു കൊടുത്ത് ഇത് ചെയ്തു. അപ്പോൾ കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അനീതിയുള്ള ദാസനെക്കുറിച്ച് പറഞ്ഞേച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞേ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 18 വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. എന്നിട്ട് അടുത്ത വാക്യം, അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ ചേർത്തുകൊള്ളും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിത്യകൂടാരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, കർത്താവ് ഒരുക്കുന്നതായിട്ടുള്ള ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളെ സ്വീകരിക്കാനായിട്ട് അവിടെ എത്ര പേരുണ്ടാകും? ഈ സഹോദരൻ ചെലവിട്ടതുകൊണ്ട്, ഈ മനുഷ്യൻ്റെ അധ്വാന ഫലം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് എത്ര പേരുണ്ടാവും? തമ്പുരാൻ കർത്താവിന് നമ്മുടെ ചീഞ്ഞ കാശൊന്നും വേണ്ട കേട്ടോ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ എന്നല്ലേ സങ്കീർത്തനം 49 ചോദിക്കുന്നത്. ഞാൻ കാളകളുടെ രക്തം കുടിക്കുമോ? പിന്നെ ആടുകളുടെ മാംസം തിന്നുമോ? എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? 1,000 cattle on the hill are mine. പർവ്വതങ്ങളിലെ 1000 കന്നുകാലികൾ എനിക്കുള്ളവാ. ഞാനിങ്ങനെ എന്നെ വളരെ ധൈര്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഞാനിങ്ങനെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഡലസ് തിയോളജിക്കൽ സെമിനാരി തുടങ്ങിയപ്പോൾ അവർ വിശ്വാസത്താൽ ജീവിക്കണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പോയപ്പോൾ ആ മനുഷ്യൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ മുന്നോട്ട് പോയപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഒരു ദിവസം അവർ പറഞ്ഞു, സഹോദരന്മാരെ നമുക്ക് കൂടി പ്രാർത്ഥിക്കാം, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർ കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രസിഡൻ്റാണെന്ന് എൻ്റെ വിചാരം, പുള്ളി പറഞ്ഞു, കർത്താവെ, മലകളിലെ 1000 കന്നുകാലികൾ നിനക്കുള്ളതാണ്, അതേൽ കുറച്ച് വിറ്റിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തരണം. ദൈവാത്മാവിനാൽ പ്രേരിതനായിട്ട് ഈ മനുഷ്യൻ അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അവർ ഇങ്ങനെ വരുമ്പോൾ വാതുക്കൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു, ഒരു കൗബോയ് ഹാറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഒരുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ എം കമ്മിങ് ഫ്രം ദ ഹിൽസ്, ഞാനിങ്ങനെ മലകളിൽ നിന്ന് വരികയാണ്. അപ്പോൾ എനിക്ക് കുറേ കന്നാലി ഉണ്ടായിരുന്നു, അത് ഞാൻ വിറ്റു. അപ്പം എനിക്ക് ഒരു വലിയ പ്രേരണ,
കുറേ പൈസ ഇവിടെ കൊണ്ടു തരണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വല്ലാത്ത പ്രേരണ, അതുകൊണ്ട് ഞാൻ പൈസ കണ്ട് വന്നേക്കുന്നതാണ്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, ജീവിക്കുന്നവനായിരിക്കുന്ന, നമ്മളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനായിട്ടുള്ള, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവ്വവല്ലഭനായിട്ടുള്ള ഒരു ദൈവമുണ്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങളുടെ ആവശ്യത്തിന് ആരെങ്കിലും കന്നാലിയെ വിറ്റ് കാശ് കൊണ്ട് തരുമെന്നും മറ്റും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളെ ജീവപര്യന്തം വഴി നടത്തും എന്നുള്ളതിന് തർക്കമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ വട്ടം അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് അറിഞ്ഞുകൂടെ, എവിടെ നിന്ന് വരുന്നു എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവം എന്നെ നടത്തിയിട്ടുള്ള അനേക വഴികളുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാനായിട്ട് കഴിയും. സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. ഈ ദൈവം എനിക്ക് നല്ലവനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും നമ്മെ നടത്തുന്നത് നമ്മൾ അറിയുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ തൻ്റെ സ്ഥാനം വേണ്ടാന്ന് വെച്ചു. ഈ ലോകത്തിൻ്റെ ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള, വെള്ളത്തിൻ്റെ കുമിളകൾ പോലുള്ളതായിരിക്കും മിന്നിമറിയുന്നതായിട്ടുള്ള താൽക്കാലികമായിരിക്കുന്ന ജഡീക സുഖങ്ങൾ വേണ്ട എന്ന് വെച്ചു. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ, അല്ലേ? അപ്പോൾ എം എ ചെറിയൻ സാർ അതിനെക്കുറിച്ച് ഇങ്ങനെ പാടിയേക്കുന്നേ, പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട, ദൈവജനത്തിൻ്റെ കഷ്ടം മതി, മിശ്രയും നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിൻ നിന്നയെ സമ്പത്തെന്നെണ്ണുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വലിയ സെൽഫ് എസ്റ്റീം ഉണ്ടാകേണ്ട ആവശ്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള ധൈര്യം എന്നെ ബലപ്പെടുത്തുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യം എന്തും വരട്ടെ, ജീവിതത്തിൽ എന്തും വരട്ടെ. ഇനി അങ്ങേറ്റം വരുന്ന കാര്യം എന്താ? മരണമല്ലേ. മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ ഭാര്യ ക്യാൻസറായിട്ട് എൻ്റെ ഒരു വളരെ ടെർമിനൽ സ്റ്റേജിലായിരിക്കുമ്പോൾ എൻ്റെ മൂന്നാമത്തെ മകൻ, അന്ന് അവന് എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്, 7 5 13 വയസ്സുണ്ട്. അവൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് മരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ചിരിച്ചു. അപ്പം അവൻ പറഞ്ഞു, അതിന് പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ മരിച്ച കർത്താവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്, വേറെ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ ഒരുപാട് ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ്. അവനങ്ങനെ പറഞ്ഞു. എൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾ അവനോട് ചോദിച്ചു, നീ എന്താണ് ചിന്തിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രയാസമില്ല, കാരണം അമ്മ ഏറ്റവും നല്ല സ്ഥാനത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിലാണ്. സോ ഐ എം നോട്ട് വറീഡ്. എനിക്ക് ദൈവത്തിന് സ്തോത്രം പറയുവാൻ അത് കാരണമായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അവൻ്റെ അമ്മയാണ് പോയിരിക്കുന്നത്. ഇനി ആര് കഞ്ഞി തരും എന്നുള്ള ചോദ്യമൊന്നുമല്ല അവനെ അലട്ടുന്നേ. എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം താൻ പ്രേമിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ശ്രേഷ്ഠതരമായിരിക്കുന്ന ഒരു കാര്യമില്ല എന്നുള്ളത് എൻ്റെ 13-കാരൻ കൊച്ചൻ്റെ ഹൃദയത്തിൽ ആലോചന കൊടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവമാണ് എന്നെ നടത്തുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് പോലെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു കാര്യം വേറെയില്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ ദൈവത്തോട് ചേർന്ന് ഒരു സെക്കൻഡ് വിടാതെ നടക്കുന്ന ഒരു അല്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ്. എങ്കിലും എൻ്റെ കർത്താവ് കരുണയോടെ എന്നെ നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ധൈര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് അവനെ ലാക്കാക്കിക്കൊണ്ട് പോകുവാനായിട്ട് കാരണമുണ്ട്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ പറയാം. എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഒരു കഷ്ടവും സഹിക്കേണ്ട ആവശ്യം ഈ മനുഷ്യനില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവജനം നമ്മെ ഓർമ്മപ്പെടുന്ന കരയുന്നവരോടുകൂടെ
കരയണം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ സഭയിൽ ഒരാൾ ബാധിക്കപ്പെടുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഉത്തരം പറയണ്ട, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ സഭയിൽ ഒരു സഹോദരന്, ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരന്, മറ്റേ സഹോദരന്, ഏതെങ്കിലും ഒരു സഹോദരൻ്റെ ഒരു പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് എന്നെ ബാധിക്കുന്നുണ്ടോ? ആ പ്രശ്നത്തിൽ ഞാനാണെങ്കിൽ എൻ്റെ സ്വസ്ഥത ഏതുമാതിരി നഷ്ടമാകും, അതുപോലെ നമ്മുടെ സ്വസ്ഥത നഷ്ടമാകുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മളൊരു ബോഡിയാണ്, ഒരു ശരീരമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പം എൻ്റെ കൈക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കണ്ണെന്തുവാ ചെയ്യുന്നത്? അപ്പം തന്നെ എത്തുക അല്ലേ? കണ്ണിലൊരു പ്രശ്നം വന്നാൽ കൈ കണ്ണി കരട് വീണെങ്കിൽ അത് എൻ്റെ പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത്. അല്ലെന്നേ, ദിസ് ഇസ് ദ ബോഡി ഡൈനാമിസം. അപ്പോൾ പരസ്പരമായിട്ടുള്ള ആ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഏകയോഗക്ഷേമമായി സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു 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 ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് നമ്മൾ വർത്തിക്കുമ്പോഴാണ് ഒരുത്തൻ്റെ കഷ്ടം നമ്മുടെ കഷ്ടം, ഈ ജനത്തോടു കൂടെ കഷ്ടം സഹിക്കുന്നത് വലിയ കാര്യമാണ് എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഞാൻ നിങ്ങളോട് പറയാം, എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇന്ന് സഹോദരനെ ഇവിടെ ഓർപ്പിച്ച് പറഞ്ഞു, നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമുക്കുള്ളത്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അറിയുന്നവനായിട്ടുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മുടെ കഷ്ടതയിൽ നമ്മെ തള്ളിക്കളയാതെ നമ്മോട് കൂടെ വസിക്കുന്നവനായിട്ടുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യം. കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട്, കർത്താവേ, ഞാൻ പോകുന്ന പ്രശ്നം, എൻ്റെ പ്രശ്നം നിനക്ക് അറിയാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ലോകത്തേക്ക് താൻ വരുമ്പോൾ, ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കുക, തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മിൽ ഒരുവനെ പോലെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപജഡത്തിലും അവൻ ഇവിടെ വന്നത് നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞ് നമുക്ക് ഒരു പിന്തുണ നൽകുവാൻ, അല്ലേ? താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ താൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായം ചെയ്യുവാൻ കഴിവുള്ളവനാണ്. അവനറിയാം. ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്, മോദമെന്നാകിലും ഖേദമെന്നാകിലും ഭേദം വരാത്തൊരു സ്നേഹിതനാണവൻ. മോദമെന്നാകിലും ഖേദമെന്നാകിലും ഭേദം വരാത്തൊരു സ്നേഹിതനാണവൻ. മേദിനിയിൽ വേദനകൾ ഏവിധമൊക്കെയും എന്നറിഞ്ഞോൻ. മേദിനിയിൽ വേദനകൾ ഏവിധമൊക്കെയും എന്നറിഞ്ഞോൻ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാട്ടുകാരൻ പറയുന്നതാണ്, എൻ്റെ സങ്കടങ്ങളിൽ എന്നോട് കൂടെയുള്ളവൻ. അതെ, ലാസറിൻ്റെ ഭവനത്തിൽ ചെന്ന് കരഞ്ഞവൻ, എന്നെപ്പോലെ വിശപ്പും ദാഹവും എല്ലാം അനുഭവിച്ചറിഞ്ഞവൻ, ഈ ലോകത്തിൻ്റെ കഷ്ടതയും വേദനയും എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവനായിട്ടുള്ള ഒരു കർത്താവ് എൻ്റെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ആ കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ്റെ മാറിടം ചാരി എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. അപ്പോൾ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ച് നിന്നതുകൊണ്ടാണ് രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ പോകുന്നത്. മോശയ്ക്ക് ശേഷം ഫറവോനായവൻ്റെ കാര്യം നമുക്കറിയാം. വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവൻ്റെ രഥവും കുതിരയും ഒക്കെ തമ്പുരാൻ കർത്താവ് വെള്ളത്തിൽ മുക്കിക്കളഞ്ഞപ്പോൾ
ഈ മനുഷ്യൻ അവൻ സാക്ഷ്യം പ്രാപിച്ചവനായിട്ട് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നിത്യതയെക്കുറിച്ച് ഉറപ്പ് പ്രാപിച്ചാണോ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുന്നത്? ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ പാപത്തിൻ്റെ താൽക്കാലികമായ സന്തോഷങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. മനഃപൂർവ്വമായൊരു തിരഞ്ഞെടുപ്പിന് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ജനത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പിന് ആവശ്യമുണ്ട്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ, ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ നിക്ഷേപങ്ങളെക്കാൾ അവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിന്നയെ വലിയ ധനമെന്നാണ് ആളുകൾ നമ്മളെ കളിയാക്കും, നമ്മളെ പുച്ഛിക്കും, നമ്മളെക്കുറിച്ച് മോശം പറയും. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് നമ്മിൽ വരുത്തുവാനിരിക്കുന്ന മഹത്വകരമായിരിക്കുന്ന ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ താൻ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന എൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമ്പോൾ യോഹന്നാനിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന പോലെ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധിയെ തികച്ചുകൊണ്ട്, ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും പോക്കി വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഈ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറുവാൻ സർവകൃപാലുവായിട്ടുള്ള ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാണ്.